ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പാട്രിയറ്റ് ഇന്നലെ റിലീസായിരിക്കുകയാണ്. ആൻഡ് ഈ പടം കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പറയുന്ന അത്ര നെഗറ്റീവ് ഡിസർവ് ചെയ്തൊരു മൂവിയാണോ പാട്രിയറ്റ്? ഒരിക്കലുമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ പടത്തിന്റെ മെയിൻ തിങ് ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റിയാണ്. അത് മാത്രമാണ് ഈ സിനിമേനെ പിടിച്ചിരുത്തിയ ഏറ്റവും വലിയൊരു ഫാക്ടർ. ആൻഡ് അതിനുശേഷം ഇതിലെ സ്റ്റോറി അവർ മെയിനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പ്ലോട്ട്, എന്തിനെക്കുറിച്ചാണ് അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ടന്റിനെ നല്ല രീതിയിൽ തന്നെ അവർ പറഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് ചില ഭാഗങ്ങളിലൊക്കെ എത്തിയപ്പോൾ സ്റ്റോറിയിൽ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, ഈ ഭാഗം കുറെ കൂടി നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സീക്വൻസ് ഒക്കെ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നു. അത് എന്നെ പോലെ പലർക്കും തോന്നിയിട്ടുണ്ടാവും, നിങ്ങളിൽ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എൻ്റെ ആ ഒരു പോരായ്മ മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയത്. അതർവൈസ് ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. മഹേഷ് നാരായണന്റെ ആ ഒരു എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി, അതുപോലെ തന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, ആക്ഷൻ കൊറിയോഗ്രാഫി പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നാണ്. ലിഫ്റ്റിലത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് മോഹൻലാൽ, അത് അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സീക്വൻസിൽ അദ്ദേഹത്തെ കാണുന്ന ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് അങ്ങനെയുള്ള ഒരു സിമിലർ സീക്വൻസ് വന്നതിൽ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു, അല്ലെങ്കിൽ എൻഗേജിങ് ആയിരുന്നു ഒരു ഫൈറ്റ് സീക്വൻസ്. ആൻഡ് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ടെക്നിക്കലി അല്ലെങ്കിൽ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലുന്ന ചില ആപ്പുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ എൻഗേജിങ് ആയിട്ട് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയി. ബട്ട് സ്റ്റിൽ ആ സ്റ്റോറി കുറെ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയേനെ. ബിഗ് ഗംസിന്റെ 18 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരുമിച്ചുള്ള ഒരു മൂവി എന്നുള്ള രീതിയിൽ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പടം തന്നെയാണത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക.